ഞാൻ ആ വീട്ടിൽ പോയി. അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ കണ്ടു. ശിവക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ് ആ വീട്. അവിടെ ചെന്നപ്പോൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമാണ്. അങ്ങനെ ഒരു വ്യത്യാസവും കേരളത്തിലില്ല. എന്നെ എതിരേറ്റത് അദ്ദേഹത്തിന്റെ സഹോദരന്മാരാണ്. അമ്പലം പിന്നെ പ്രസിഡന്റാണ്, പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സഹോദരിയാണ്. അവിടെ ഇത് ജലീലാണ് അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ ഭഗവാനെ അപമാനിച്ച ആളിന്റെ അങ്ങനൊന്നും കേരളത്തിലില്ല. ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവം. അങ്ങയുടെ വാദം പറഞ്ഞു തീർക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇടപെടാതിരുന്നത്. ഡോക്ടർ നുസ്രത്ത് ജഹാനിലേക്ക് പോവുകയാണ്. ഡോക്ടർ നുസ്രത്ത് ജഹാൻ, ഇപ്പോൾ ജലീൽ പുനലൂർ പറയുന്നത് ഇത് വലിയ സംഭവമൊന്നുമല്ല, ഇത് ഇവിടുത്തെ കേരളത്തിൽ അത് വലിയൊരു പ്രശ്നമല്ല, ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരും വലിയ സാഹോദര്യത്തോടെ കഴിയുന്ന ഒരിടമാണ്, ഒരു കലാപം വേണമെങ്കിൽ ഇതിൻ്റെ പുറകിൽ ഉണ്ടാകാം, ആ രീതിയിലൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അത് ചില മതവർഗീയത പടർത്താൻ ശ്രമിക്കുന്നു എന്ന രീതിയിലൊക്കെയാണ് ഇതിനെ കാണിക്കുന്നത്. പക്ഷേ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കരുതാൻ ആകുമോ ഡോക്ടർ നുസ്രത്ത് ജഹാൻ? പിന്നെ മതസൗഹാർദ്ദം ഉള്ളവർക്ക് അവിടെ മതസൗഹാർദ്ദം ഉണ്ട്, അത് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അതില് ഒരു 70% ആൾക്കാരായിട്ടുണ്ട് ഇപ്പൊ അത് സൗഹാർദ്ദമുള്ളവല്ല. അതിൽ 30% ആൾക്കാരും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കേന്ദ്രമായി കേരളം മാറിയിട്ടുണ്ട്. മതസ്പർദ്ധ വളർത്തുവാനുള്ള എന്താണോ എവിടെയാ നോക്കിയിട്ട് നടക്കുന്നുണ്ട്. ഒരാൾക്ക് അബദ്ധം പറ്റാ. ശ്രീകൃഷ്ണ ഭഗവാന് ഇറച്ചി മാംസം കഴിക്കുന്ന ഫോട്ടോ വെച്ച് ഒരു ഹോട്ടലിന് വന്നാല് അത് അബദ്ധമായിട്ട് നമുക്ക് കാണാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പൊ ടോട്ടൽ എടുത്ത 6 ഇടങ്ങളിലാണ് അത് വന്നത്. അപ്പൊ ഇത് ഉണ്ടാക്കിയ ഈ സോഷ്യൽ മീഡിയയിൽ 8 ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല കേരളത്തിന് പുറത്തുകൂടി ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും അത് ആ പ്രൊപ്പഗാണ്ട ഇതിങ്ങനെ വൈറൽ ആവുന്നതിനനുസരിച്ച് എല്ലാ ഭാഷകളിലും എത്തും. അപ്പോ ഇത് ഒരിക്കലും ഒരു മിസ്റ്റേക്ക് അല്ല. മിസ്റ്റേക്ക് വന്നിട്ട് ഒരു കച്ചവടക്കാരൻ അറിയാൻ അവന്റെ പരസ്യം ഒരിക്കലും പോവില്ല. ഇപ്പൊ ഈ കാലഘട്ടത്തില് ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുമ്പോ ഇത് ഇടണമെങ്കിൽ ഇതിന്റെ ശക്തമായ ഒരു അജണ്ട ഇതിന്റെ പിന്നിലുണ്ട്. ഇത് ഇനി കൂടാൻ പോകുന്നേ ഉള്ളൂ. 4-ാം തീയതി ഇലക്ഷൻ റിസൾട്ട് വരട്ടെ, അപ്പൊ ഇതിന്റെ ബാക്കി കൂടി നമുക്ക് കാണാം അതിന് ശേഷം. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാല് പണ്ഡിത സമൂഹം തന്നെയാണ് ഇവിടെ. ഇപ്പൊ പറയും ഞാന് പിന്നെ ഇസ്ലാം ആണോ പറയുന്നത്? ഞാൻ ഇസ്ലാം തന്നെയാണ്. ഇസ്ലാമിൽ ഇരുന്നു കൊണ്ട് ഇസ്ലാമിന്റെ ദൂഷ്യവശങ്ങളായിട്ട് ചിത്രീകരിക്കുന്ന ഇതുപോലുള്ള സൗഹാർദ്ദം. ഇപ്പൊ ജലീൽ സാഹിബ് പറഞ്ഞല്ലോ പ്രവാചകനെ പറ്റി, എനിക്കും പ്രവാചകനെ പറ്റി അതേ പറയാനുള്ളൂ. ഞാൻ ഒരിക്കലും എവിടെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. ഇസ്ലാമില് നല്ലത് ഉള്ളത് എടുക്കുക എന്നുള്ളത് മാത്രം സ്വീകരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് വന്ന് എങ്ങനെയാണോ മറ്റുള്ളവന്റെ ആരാധനാലയങ്ങള് എല്ലാം ഈ കാലം 100 വർഷത്തിന് 200 വർഷത്തിന്റെ പിന്നോട്ടേക്കാണ് നമ്മൾ പോണത്. മുഗളന്മാർ ഇവിടെ വന്ന് എന്താണോ ചെയ്തത് അത് തന്നെ. പശുവിനെ തിന്നുക, പശുവിനെ തീറ്റിക്കുക. ഇന്നലെ നമ്മൾ കണ്ടു ഏറ്റവും വലിയ ഒരു സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന ഒരു യൂണിവേഴ്സിലെ ആൾക്കാർ അവിടെ പശുമാംസം തീറ്റിക്കാൻ വന്നാൽ അത് വലിയ പ്രശ്നമായി. എന്തിനാണ് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവുന്നു എന്നുള്ള ഒരു സാധനം പിന്നെയും എടുത്ത് ഇതാക്കുന്നത്? അത് നോർത്ത് ഇന്ത്യയിലെങ്ങാനും ഈ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡൽഹിയിലോ ബോംബെയിലോ ആന്ധ്രയിലാണെങ്കിൽ പോലും ശ്രീകൃഷ്ണ ഭഗവാന് പിന്നെ കേരളത്തിൽ ഒരു ക്ഷേത്രം മാത്രമല്ല, അത് ഇവര് മറന്നു പോകുന്നുണ്ട് ഈ ചെയ്യുന്ന ആൾക്കാർ. ലോകം മുഴുവനും ക്ഷേത്രങ്ങളും ആദരിക്കപ്പെടുന്ന ഇസ്കോൺ ടെമ്പിൾ എന്നൊക്കെ പറഞ്ഞാൽ ഇംഗ്ലീഷുകാർ വരെ ഈ ഒരു സാധനം കണ്ടാല് മുഖത്തിട്ട് അടിക്കും ഇവരെയൊക്കെ വന്നിട്ട് കൈകാര്യം ചെയ്യും. കാരണം അത്രയും ഭഗവാൻ ശ്രീകൃഷ്ണന് ലോകം മുഴുവനും ക്ഷേത്രങ്ങളും ആരാധനയുള്ള ഒരു ദൈവത്തിന്റെ ആണ് ഇത്. എന്താണ് ശ്രീകൃഷ്ണൻ എന്നുള്ള അറിഞ്ഞിട്ട് വേണം ഹിന്ദു മനസ്സിൽ എന്താണ് ശ്രീകൃഷ്ണൻ. ഭാരതീയ സംസ്കാരത്തിന്റെ സനാതന ധർമ്മത്തിന്റെ കാലങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചു തന്ന ഭഗവാന്റെ പുണ്യം അറിയുന്ന ഒരു മുസ്ലിമും ഒരു ക്രിസ്ത്യാനിയും വേറെ ഒരു ഗുരുനാനാക്കിന്റെ മതസ്ഥരും ഒന്നും ഇത് ചെയ്യൂല. ഇതും അറിയണവര് തന്നെയാണ് ചെയ്തത്. അപ്പൊ അറിയണ വിദ്യാസമ്പന്നരായവരുണ്ടാക്കുന്ന ആഡ് വരണമെങ്കിൽ ഇതുപോലെ ഉണ്ടായി അവിടെ അടി ഉണ്ടാക്കുക. ഗുരുവായൂർ ക്ഷേത്രത്തിന് അടിസ്ഥാനത്തിലാക്കിയിട്ട് കുറെ കാലങ്ങളായി പല പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. മനസ്സിലാക്കണോ? ഇവിടെ രാമക്ഷേത്രം കഴിഞ്ഞതിന് ശേഷം പിന്നെ ശ്രീകൃഷ്ണന്റെ മേലെയാണ്.
ഈ പറയുന്നവരൊക്കെ ഇവിടെ മധുരയില് ബർസാനയില് ശ്രീകൃഷ്ണൻ ജനിച്ച സ്ഥലത്ത്, ശ്രീകൃഷ്ണൻ ജീവിച്ച സ്ഥലത്ത്, കുരുക്ഷേത്ര യുദ്ധം നടന്ന സ്ഥലത്തൊക്കെ പോയി നോക്കണം. ശ്രീകൃഷ്ണൻ ആരാ, ഏത് വിധത്തില് ഹിന്ദു സമൂഹം ഇതിന് തിരിച്ചടിക്കും. അത് താങ്ങാനുള്ള കരുത്ത് ഈ കൂട്ടർക്ക് ഉണ്ടാവില്ല എന്നാ ഞാൻ പറയണത്. കൃഷ്ണനെ മന്തി കഴിപ്പിക്കാന് ചെയ്ത ഈ പ്രവർത്തി ചെയ്തവർക്ക് ഇവർ കൊടുക്കുന്ന തിരിച്ചടി താങ്ങാൻ പറ്റൂല ഇവിടുത്തെ സന്യാസിമാരും. അത് ഓർക്കണം. ഇത് ഒരു ന്യൂസ് ഇന്ന് ഇംഗ്ലീഷിൽ ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും വരും. ടൈംസ് നൗവോ റിപ്പബ്ലിക്കോ ഒക്കെ ഇത് വാർത്തയാക്കിയാല് പിന്നെ ഇതന്നെ ആയിരിക്കും വരിക. അപ്പൊ നമ്മൾ കണ്ടു TCSന്റെ ഒരു മാധ്യമം പോലും അത് ചർച്ച ചെയ്തില്ല. TCSൽ അത് സത്യമായിരുന്നില്ലേ? അതില്ലാന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? മതം മാറ്റലിൽ നിർബന്ധിച്ച് അവിടെയാണ് നുസ്രത്ത് ജഹാൻ ജനം ടിവിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. നമ്മൾ ഈ മെഹർ മന്തി വിഷയം ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ജനം ടിവിയാണ്. അതുപോലെ തന്നെയാണ് നാസിക്കിലെ TCSലെ വിഷയം, അതും ജനം TV കൊണ്ടുവന്ന വാർത്തയാണ്. അതിന്റെ തൊട്ടുപുറകെ മറ്റു മാധ്യമങ്ങൾ അത് എടുക്കാത്ത ഒരു നിവൃത്തികേടിലേക്ക് പോയി. അതാണ് യാഥാർത്ഥ്യം. അതെ, അത് എടുക്കാത്ത എന്തുകൊണ്ടാ? അപ്പൊ ആർക്കാ സപ്പോർട്ട്? ആരെയെ പേടിക്കുന്നേ? പണമുള്ളവന്റെ കൂടെ നിന്ന് പരസ്യങ്ങൾ പ്രദർശിപ്പിക്കാനും പണത്തിന്റെ പിന്നാലെ പോകുന്ന എന്തോ ഒരു ഫണ്ടിങ് അവിടെ വരുന്നെന്നുള്ളത് പിന്നെ 100% അത് ഉറപ്പായിട്ട് വരും. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഒരു ഗൂഢാലോചനയുടെ അംശമുണ്ട്. ഇത് അന്വേഷിക്കണമെന്ന ആവശ്യം ജനം TV ഉന്നയിക്കുന്നത്. ഒരു നിമിഷം, ഒരു ഇടവേളയ്ക്ക് ശേഷം അഡ്വക്കേറ്റ് അനിൽ വിളയിലേക്ക് വരാം. ഞങ്ങളെ ഇംപ്രസ് ചെയ്യാൻ ബാത്റൂം ഇപ്പോൾ വൃത്തിയാക്കിയതല്ലേ? രാവിലെ 9 മണിക്കാ ചെയ്തേ. എന്നിട്ട് ഇപ്പോഴും സുഗന്ധമോ? നോട്ട് പോസിബിൾ. പുതിയ തിക് ലൈസോൾ ഫ്രഷ് ആൻഡ് ക്ലീൻ ബാത്റൂം ക്ലീനർ തരും 10 മടങ്ങ് വൃത്തിയും 12 മണിക്കൂർ വരെ സുഗന്ധവും. പുതിയ ലൈസോൾ ഫ്രഷ് ആൻഡ് ക്ലീൻ ബാത്റൂം ക്ലീനർ. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇന്ന് ബാത്റൂമിലെ കൊടും കറകളോട് ശക്തമായ പോരാട്ടം ചെയ്യും പുതിയ ഹാർപിക് ബാത്റൂം അൾട്രാ ക്ലീനർ.